കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ജയത്തോടെ നമ്മെ നടത്തുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിന് നന്ദി പറയാം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിത്തീർന്നു. സകലവും പുതുതായിത്തീർന്നു. സകലവും പുതിയ അവസ്ഥയിലേക്കാണ് കർത്താവ് നമ്മളെ കാലാകാലങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നത്. പഴകിയ എല്ലാത്തിനോടും ഗുഡ് ബൈ പറഞ്ഞെങ്കിൽ പഴയതൊന്നും നമ്മുടെ ജീവിതത്തിൽ അവകാശം പറയരുത്. ആ സ്വാധീനങ്ങൾ പിടിച്ചു വലിക്കരുത്. അതിനെയൊക്കെ ജയിക്കാൻ പരിശുദ്ധാത്മശക്തിയാലും പ്രാർത്ഥനയാലും ദൈവത്തിൻ്റെ വചനത്താലും അളവറ്റ കൃപയാലും നമുക്ക് കഴിയണം. ഈ പകലിലും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കർത്താവെ, അവിടുത്തെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണമേ. കാദേശ് മരുവിനെ നടക്കുന്ന യഹോവയുടെ ശബ്ദം, വനങ്ങളുടെ തോല് ഉരിക്കുന്ന യഹോവയുടെ ശബ്ദം, മൺപേടകളെ പ്രസവിക്കുമാറാക്കുന്ന യഹോവയുടെ ശബ്ദം ഇന്ന് പകലിലും എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും മുഴക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ആ ശബ്ദം നിങ്ങളെ ബലപ്പെടുത്തും. അവിടുത്തെ മഹത്വമുള്ള ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ളതാണ്. ലോകത്തിലെ ഭീതിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേട്ട് അകത്തളങ്ങളിൽ ഒതുങ്ങിയിരിക്കുമ്പോൾ ഭയപ്പെടണ്ട എന്ന് പറയുന്ന ദൈവശബ്ദം, ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ശബ്ദം, ഞാൻ ഇന്നും അനന്യനാണ്, ഞാൻ സഹായിക്കും, ഞാൻ കൂടെയിരിക്കും, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ദൈവശബ്ദം ഈ പകലും നമ്മുടെ അകത്തളങ്ങളിൽ മുഴങ്ങണം. നിരാശയുടെ വാക്കുകളോ ശബ്ദങ്ങളോ നമ്മളെ ഒത്തിരി വേദനയിലേക്ക് നയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ശബ്ദം നിരാശകളെ പ്രത്യാശയാക്കി മാറ്റുക. സ്തോത്രം. അതുകൊണ്ടാണ് ആ ശബ്ദം മുഴങ്ങുമ്പോൾ നമുക്ക് ചിന്തിക്കാത്ത, ഗ്രഹിക്കാത്ത വൻ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇന്ന് പകലിലും ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ശബ്ദം എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിനു വേണ്ടി മുഴങ്ങാൻ പോകുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഇനി നോക്കൂ, കർത്താവിൻ്റെ ശബ്ദം പുറപ്പെടാൻ പോകുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി വരാൻ പോകുന്നു. ആ ശബ്ദം കേൾക്കുമ്പോൾ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട യേശുവിനോടൊപ്പം എടുക്കപ്പെടും. ആ ഒരു വരവിന് വേണ്ടി നമുക്കൊന്ന് ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് ആ കാഹളം ധ്വനിച്ചാൽ ഞാനും എൻ്റെ കുടുംബം അവിടെ ഉണ്ടാകും. ശാന്തമായിട്ട് ചിന്തിക്കൂ. എന്നും ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് ചിന്തിക്കരുത്. ലോകത്തിൽ എന്തൊക്കെ സമ്പാദ്യങ്ങൾ ഉണ്ടെങ്കിലും, ഡിപ്പോസിറ്റുകൾ എത്രയധികം ഉണ്ടെങ്കിലും, കർത്താവ് അതൊന്നും കണക്കിട്ടിട്ടല്ല നമ്മളെ എടുക്കുന്നത്. വിശ്വസ്തനായി, വിശുദ്ധനായി, ആത്മീയനായി, ദൈവവചനപ്രകാരം, ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം ആര് ജീവിക്കാൻ തയ്യാറുണ്ടോ ആ ഗംഭീരധ്വനി മുഴങ്ങാൻ സമയമായിരിക്കുന്നു. ഒരുങ്ങൂ, വിശ്വസ്തരായിരിക്കൂ, വചനം ധ്യാനിക്കൂ, പ്രാർത്ഥിക്കൂ. ദൈവവചനത്തിൻ്റെ അനുസരിച്ച് നമ്മളെ തന്നെ ക്രമീകരിക്കേണ്ട മേഖലകൾ ക്രമീകരിച്ച് അനുതാപത്തോടെ ദൈവത്തിൻ്റെ മുമ്പാകെ കടന്നു വരും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 2:21 നമുക്കെല്ലാം അറിവുള്ളതാണല്ലോ.
അവൻ നീരുറവൻ്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പ് ഇട്ടു. ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു. ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്തു എന്ന് പറഞ്ഞു. എലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്ന് വരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു. നമുക്കറിയാം, ആത്മശക്തി പ്രാപിച്ച എലീശ, എലിയാവ് എടുക്കപ്പെടുകയാണ് 2-ാം അധ്യായത്തിൽ. എടുക്കപ്പെടുമ്പോൾ വേറൊന്നുമല്ല എലീശ ചോദിച്ചത്, ദീർഘായുസ്സല്ല, കുറേ ധനമല്ല ചോദിച്ചത്, മാന്യതയോടെ ജീവിക്കണമെന്നല്ല, കുടുംബം അനുഗ്രഹിക്കപ്പെടണമെന്നോ മറ്റൊരു കാര്യം താൻ ചോദിച്ചില്ല. എനിക്കിരട്ടി ആത്മാവിൻ്റെ പങ്ക് വേണം. കാരണം ആ കാലഘട്ടത്തിൽ നിൽക്കണമെങ്കിൽ ആത്മാവിൻ്റെ ഇരട്ടി ശക്തി വേണം. പ്രിയരെ, ഇന്ന് പകലിലും ദൈവത്തോട് എത്ര പേർക്ക് ചോദിക്കാൻ കഴിയും, കർത്താവേ എനിക്ക് ഇരട്ടി പങ്കല്ല, അമിതബലം. ന്യൂ ടെസ്റ്റ്മെൻ്റ് വരുമ്പോൾ ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിതബലത്തിലും ശക്തിപ്പെടുകയും ആ അമിതബലം എൻ്റെ മേൽ ഒന്ന് പകരണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഹല്ലേലൂയ. അങ്ങനെ അഭിഷേകത്തിൻ്റെ പുതപ്പ് വീണ എലീശ യോർദാനെ ആ പുതപ്പ് കൊണ്ട് മടക്കി അടിക്കുകയാണ്. എലിയാവിൻ്റെ ദൈവോടെ ചോദിച്ച് വഴിവിരിയത്തില്ലെന്ന് പറഞ്ഞ യോർദാൻ്റെ ശക്തികൾ ആ അടിയുടെ മുമ്പിൽ, അഭിഷേകത്തിൻ്റെ മുമ്പിൽ, ഹല്ലേലൂയ, അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് എലീശ ഇക്കര കടക്കുകയാണ്. ഇപ്പുറത്ത് എരിഹോവിൽ പ്രവാചക ശിഷ്യന്മാർ അവനെ എതിരേറ്റ് ചെല്ലുകയാണ്. അവർ പറയുകയാണ്, എലിയാവിൻ്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പാകെ വീഴുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമുക്ക് അടുത്ത ഭാഗം ശ്രദ്ധിച്ചു നോക്കൂ. ആ പട്ടണക്കാർ വന്ന് എലീശയോട് പറയുന്ന പ്രസ്താവന, ഈ പട്ടണത്തിൻ്റെ ഇരിപ്പൊക്കെ മനോഹരമാണ്, യജമാനറിയാമല്ലോ, പക്ഷെ വെള്ളം ചീത്തയാ, ദേശം ഗർഭനാശമാകുന്നു. ഇരിപ്പ് മനോഹരമാ, കണ്ടാൽ യാതൊരു കുഴപ്പമില്ല, നോക്കിയാൽ ഒരു കുഴപ്പമില്ല, ഡോക്ടർ ടെസ്റ്റ് ചെയ്താൽ ഒരു രോഗവുമില്ല, യാതൊരു പ്രശ്നവും കാണാൻ പറ്റുന്നില്ല. പക്ഷേ അകത്തളങ്ങളിൽ അസാധാരണമായ ചില അന്ധകാര മണ്ഡലങ്ങൾ വ്യാപരിച്ച് സ്വസ്ഥത കെടുത്തി വാഗ്ദത്തത്തെ മരണത്തിലേക്ക് നയിക്കുന്നത് പോലെ, അല്ലെങ്കിൽ വാഗ്ദത്തങ്ങൾ ഡെഡായി പ്രവർത്തിക്കാൻ കഴിയാതെ, എഴുന്നേൽക്കാൻ കഴിയാതെ, നടക്കാൻ കഴിയാതെ, എല്ലാം ചീത്തയായിരിക്കുന്ന അവസ്ഥ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇരിപ്പ് മനോഹരമാണ്. മറ്റേ ദേവാലയത്തിൻ്റെ പേര് സുന്ദരമെന്ന് പറയുന്നു, പക്ഷേ അതിൻ്റെ പുറത്തൊരുത്തൻ ഇരിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം പേര് സുന്ദരമെന്നൊക്കെയാണെങ്കിലും അവൻ്റെ ഇരിപ്പത്ര ശോഭനമല്ല. നാളുകളായി പാരലൈസായ ഒരു വ്യക്തിത്വമാണ്, എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരുത്തനാണ്. പക്ഷേ ഇന്ന് പകൽ ഞാൻ ആത്മശക്തിയോടെ വിളിച്ചു പറയുന്നു, ഇവിടെ കണ്ടോ, ദേശം വളരെ ഗർഭനാശമാണ്, അവിടുത്തെ വെള്ളം ചീത്തയാണ്, കുടിക്കേണ്ടത്, അകത്തേക്ക് വരേണ്ടത്, അനുഭവിക്കേണ്ടത് കേടായി നിൽക്കുകയാണ്, ചീത്തയായി നിൽക്കുകയാണ്, ആരോഗ്യത്തെ തകർക്കുന്നതാണ്, ബലത്തെ തകർക്കുന്നതാണ്, അഭിഷേകത്തെ തകർക്കുന്നതാണ്. പുറത്തുനിന്ന് വരുന്നത് നിൻ്റെ അകത്തേക്ക് വെളിപ്പെടേണ്ടത് ഇപ്പോൾ നിനക്ക് എഗൻസ്റ്റായിട്ട് നിൽക്കുകയാണ്. നിൻ്റെ ശരീരത്തോട് വെല്ലുവിളിക്കുന്നതാണ്, നിൻ്റെ കുടുംബത്തോട് വെല്ലുവിളിക്കുന്നതാണ്, നിൻ്റെ സഭയോട് വെല്ലുവിളിക്കുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു വചന വെളിപ്പാട് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഈ സംഭവം പ്രവാചകനോട് പറഞ്ഞപ്പോൾ അവൻ നീരുറവിൻ്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. കാരണം ഇതിൻ്റെ റൂട്ട് പ്രവാചകൻ കണ്ടുപിടിക്കും, ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നത്. പ്രൈസ് ദ ലോർഡ്. നീരുറവിൻ്റെ തുടക്കത്തിൽ കൊണ്ടുചെന്ന് ഉപ്പിടുകയാണ്. ഉപ്പിട്ട് കഴിഞ്ഞപ്പോൾ അതിലെ വെള്ളം പഥ്യമായിരിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, യേശു പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, പിന്നെ പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്.
തൻ്റെ ജനത്തെ നോക്കി, ശിഷ്യന്മാരെ നോക്കി യേശു പറഞ്ഞ പ്രസ്താവനയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നമ്മൾ ഭൂമിയുടെ ഉപ്പിൻ്റെ ഒരു പ്രത്യേകത രുചി വരുത്തുന്നതാണ്. പക്ഷേ ഉപ്പ് സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതാണ്, കേടുവരുന്നതിനെ മാറ്റുന്നതാണ്, കേടില്ലാതാക്കുന്നതാണ്. കേടാക്കാതിരിക്കാൻ ഉപ്പിന് കഴിയുമെങ്കിൽ ഈ പകൽ ഞാൻ വിളിച്ചു പറയുന്നു, അഭിഷേകമുള്ളവൻ ചെല്ലുമ്പോൾ, ഉപ്പിടുമ്പോൾ, നിന്റെ സാന്നിധ്യം അവിടേക്ക് ചെല്ലുമ്പോൾ, അതുവരെ ഗർഭനാശമായ, മരണം വിതച്ച, ഹല്ലേലൂയ, ഉപയോഗശൂന്യമായ, നിന്റെ വാഗ്ദത്തങ്ങളെ ഡെഡാക്കിയ അന്ധകാര മണ്ഡലങ്ങളിലേക്ക് നീ കാലെടുത്ത് വെക്കുമ്പോൾ, അതിൻ്റെ റൂട്ടിലേക്ക് നീ സ്പർശിക്കുമ്പോൾ, ഇന്ന് പകൽ പഥ്യമായി തീരുന്നു. ഈ പകൽ ചേഞ്ച് വരുന്നു. ഈ പകൽ വ്യത്യാസങ്ങൾ വരിക മാത്രമല്ല, ഇനിയും അങ്ങനെ ഒരു മരണത്തിൻ്റെ ശക്തിയില്ല. നിന്റെ തലമുറകളെ നശിപ്പിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ അഭിഷേകമുള്ള എലിശ ചെന്നതുപോലെ. നോക്കൂ, അഭിഷേകമുള്ളവൻ, ഞാൻ പറയട്ടെ, ന്യൂ ടെസ്റ്റ്മെൻറ്റുമായി കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഭൂമിയുടെ ഉപ്പാണ്. ഭൂമിയുടെ ഉപ്പായ ഒരു വ്യക്തി പ്രശ്നങ്ങളുടെ നടുക്കേക്ക് ചെന്നിട്ട് അതിൻ്റെ ഉറവിടത്തെ കണ്ടുപിടിക്കുക, ഉറവിടത്തെ കണ്ടുപിടിച്ച് അവിടെ ഉപ്പിടുക. ഉപ്പ്, ഞാൻ പറയട്ടെ, നമ്മൾ ഉപ്പാണ്. ആ ഒരു പ്രത്യേക കാര്യം മറന്നു പോകരുത്. നമ്മൾ ചെന്ന് സ്പർശിക്കുമ്പോൾ, നമ്മൾ കമാൻഡ് ചെയ്യുമ്പോൾ, നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, അതുവരെ പിശാച് വിതച്ച മരണത്തിൻ്റെ ശക്തികൾ, ഒതുക്കിയ മണ്ഡലങ്ങൾ, നിനക്ക് നിൻ്റെ മിനിസ്ട്രിയിൽ ശോഭിക്കാൻ കഴിയാതെ, നിൻ്റെ ശരീരത്തിനകത്തേക്ക് കേടുവരുത്തിയ, നിൻ്റെ കുടുംബത്തിനകത്ത് കേടുവരുത്തിയ, നിൻ്റെ പ്രാർത്ഥനയെ തകർത്തു കളഞ്ഞ, ആരാധനയെ ഒതുക്കിയ മണ്ഡലങ്ങൾ ഇന്നു മുതൽ പഥ്യമായി തീരുകയാണ്. ഇനി നീ ആത്മാവിൻ്റെ വെള്ളം കുടിക്കാൻ പോകുകയാണ്, ജീവജലം കുടിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ ആ ഉറവയെ ഒതുക്കിയ മണ്ഡലങ്ങൾ, അതിലേക്ക് മരണത്തിൻ്റെ സീഡ്സ് വിതച്ച് വരുന്ന വാഗ്ദത്തങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയാതെ വണ്ണം എഴുന്നേറ്റ് നിന്ന് സംസാരിക്കേണ്ടതിനെ, എഴുന്നേറ്റ് പ്രവർത്തിക്കേണ്ടതിനെ, എഴുന്നേറ്റ് ജോലി ചെയ്യേണ്ടതിനെ, എഴുന്നേറ്റ് ആത്മാവിൽ പ്രഖ്യാപിക്കേണ്ടതിനെ ഒതുക്കിയ ചില മണ്ഡലങ്ങൾ ഇന്നു പകൽ ശാസിക്കപ്പെടണമോ? അഭിഷേകമുള്ളവർ എഴുന്നേൽക്കട്ടെ. സ്തോത്രം. അഭിഷേകമുള്ള ഒരു എലിശ ആത്മാവിൻ്റെ ഇരട്ടി പങ്കോടെ ചെന്ന് ഉപ്പിട്ട് കഴിഞ്ഞപ്പോൾ, ഈ പകൽ ഞാൻ വിളിച്ചു പറയുന്നു, ഉപ്പ് നമ്മളാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അഭിഷേകമുള്ള പുരോഹിതന്മാർ, ഒരു ഉപ്പായി മാറി. എവിടെയാണെന്നറിയാമോ? യോർദാൻ കുത്തൊഴുകയാണ്. കുത്തൊഴുക്ക്. അതും കൊയ്ത്തുകാലത്ത് നിനക്ക് അനുഭവിക്കാൻ കഴിയാതെ ഒതുക്കിക്കളഞ്ഞ മണ്ഡലങ്ങളെ നോക്കി അഭിഷേകമുള്ളവർ എഴുന്നേൽക്കാൻ തയ്യാറായി കേട്ടോ. അവർ കിടന്നില്ല. ദൈവത്തിൻ്റെ ആജ്ഞ കേട്ട്, അരുളപ്പാട് കേട്ട് അവർ മൂവ് ചെയ്തു. അവരുടെ കാൽ പെട്ടകം വഹിച്ച പുരോഹിതന്മാരുടെ കാൽ സ്പർശിച്ചപ്പോൾ കുത്തൊഴുക്ക് മാറുകയാണ്, മരണ യോർദാൻ മാറുകയാണ്, സമുദ്രം മാറുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഉപ്പാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കേടിനെ മാറ്റാൻ ഞാൻ എഴുന്നേൽക്കാൻ പോകുകയാണ്. ചിലതിനെ പഥ്യമാക്കാൻ ഞാൻ എഴുന്നേൽക്കാൻ പോകുകയാണ്. ചിലത് മാറിപ്പോകാൻ പറയാൻ ഞാൻ എഴുന്നേൽക്കാൻ പോകുകയാണ്. നാളുകൾ ദേശത്തും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ദൈവസഭകളിലും വിതച്ചുകൊണ്ടിരുന്ന ചില അന്ധകാര മണ്ഡലങ്ങളെ തകർക്കാൻ ഞാൻ എഴുന്നേൽക്കാൻ പോകുകയാണ്. ഞാൻ അവിടേക്ക് നടക്കാൻ പോകുകയാണ്. ഞാൻ ആ തലമുറയുടെ മേൽ കൈവെക്കാൻ പോകുകയാണ്. ഞാൻ അവനോട് കമാൻഡ് ചെയ്ത് എഴുന്നേൽക്കാൻ പറയാൻ പോകുകയാണ്. എൻ്റെ ശരീരത്തെ നോക്കി ഞാൻ പ്രവചിക്കാൻ പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ചില അന്ധകാര മണ്ഡലങ്ങൾ നിങ്ങളെ വിട്ടു മാറുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. സ്വർഗം പ്രസാദിച്ചിരിക്കാൻ സ്തോത്രം. ചില മരണങ്ങൾ മാറി അത് ആത്മാവിൻ്റെ നദി ഇറങ്ങുമ്പോൾ പഥ്യമാകേണ്ടത്, ജീവൻ വെക്കേണ്ടത്, എഴുന്നേൽക്കേണ്ടത്, ബലപ്പെടേണ്ടത്, മാറിപ്പോകേണ്ടത് ഇന്ന് പകൽ മാറിപ്പോയിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകൽ ദൈവശക്തിയുടെ വലിപ്പം നമ്മളോട് വെളിപ്പെട്ടു വരട്ടെ. കർത്താവ് വചനങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ